ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നാൽ എന്തൊക്കെ ചെയ്യാം? ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നാൽ നമുക്ക് വേറൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് മാവും കുറച്ച് തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ തേങ്ങയും മാവും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് എന്തുകൊണ്ടാണ് കുഴക്കുന്നത് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. സാധാരണ ഇടിയപ്പത്തിൻ്റെ മാവ് നന്നായി കുഴക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഇതൊരു പഴയകാല പലഹാരമാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, ഇത് നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണ്. പക്ഷേ ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കി വന്നാൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് വെള്ളം വെച്ച് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഈ ഉരുളകൾ ഇട്ട് കൊടുത്ത് അത് നന്നായി തിളച്ച് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയത് കൂടി ചേർത്ത് കൊടുത്ത്, വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം. വെള്ളത്തിൽ കലക്കി അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. സാധാരണ പാലോ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. പാല് ചേർത്തില്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. ഉപ്പ് ചേർത്തിട്ടും പഞ്ചസാര ചേർത്തിട്ടും ഒക്കെ കഴിക്കാറുണ്ട്. പാല് ചേർക്കുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാതെ പഞ്ചസാര